ഓക്കെ, നമുക്കപ്പോൾ കട്ട് ചെയ്ത പാൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമുക്കിത് തുടങ്ങാം. നമുക്കിതിപ്പോൾ പാൻറ്റാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിത് കട്ട് ചെയ്തപ്പോൾ പറഞ്ഞു വണ്ണം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് വേണമെങ്കിൽ കുറച്ച് വെട്ടാൻ വേണമെന്നില്ല. എൻ്റെ താഴത്തെ പട്ട വെച്ചടിക്കാം. അഡീഷണൽ പട്ട ഉണ്ടല്ലോ, ഈ പട്ട 2 ഇഞ്ച് പട്ട വെച്ചടിക്കാൻ പറഞ്ഞില്ലേ, ഇത് വെച്ചടിക്കാം. ഇത് നമ്മൾ വെച്ചടിക്കും. ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്കിവിടെ അടിയിൽ ലോക്ക് ചെയ്തിട്ട് തേച്ചിട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ തയ്യലും കാണത്തില്ല, വൃത്തിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിതുപോലെ അടുത്ത പീസും കൂടെ അടിച്ചെടുക്കാം. നമ്മളിതാ ഇതിനെ തയ്ച്ചെടുത്തിട്ടുണ്ട്, തയ്ച്ച് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇനി അടിക്കണ്ട ഇതിന്റെ മുകളിൽ കൂടെ, കാരണം ഇവിടെ തേച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. അപ്പൊ നമുക്കിതിനെ ഇനി ഈ കാല് രണ്ടും കൂടെ തയ്ച്ചെടുക്കണം. രണ്ടിന്റെയും ഈ കാലുകൾ തമ്മിൽ തയ്ച്ചെടുക്കണം. അതായത് ഇവിടെ കൂടെ നമ്മൾ ആവശ്യത്തിന് വണ്ണം ഇട്ടിട്ട്, വണ്ണം ഒരു 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ. 8 ഇഞ്ച് വേണ്ട, 7.5 മതി, 15 ഇഞ്ച് മതി. 7.5 ഇഞ്ച് വണ്ണം ഇട്ട് ബാക്കി നമ്മൾ തയ്യൽ തുമ്പിട്ട് തയ്ക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ജോയിന്റ് ചെയ്യണം, കണ്ടല്ലോ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഈ 2 കാലുകൾ തമ്മിൽ മൂട്ടിയെടുക്കണം. അപ്പൊ ഓരോ കാല് തമ്മിലാണ്, ഓരോ കാല് സെപ്പറേറ്റ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് എന്താ കണ്ടോ, ഇതിന് നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടുന്ന് നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതും അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജോയിന്റ് ചെയ്ത് ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ നടുക്ക് കണ്ടോ, ഈ രണ്ടിന്റെയും ഈ തയ്യലുള്ള നടുക്ക് ഭാഗം, ഈ രണ്ടിന്റെയും നടുക്ക് ഇങ്ങനെ പിടിക്കണം. അല്ലെങ്കിൽ ഒരു തയ്യൽ ഇവിടെയും ഒരു തയ്യൽ ഇവിടെ ഇരിക്കും. അപ്പൊ നമ്മളിങ്ങനെ നടുക്ക് വെച്ച് പിടിച്ചിട്ട് ഇവിടെ ഇത്രയും കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. ഇവിടെ പിടിച്ചിട്ട് ഇവിടുന്ന് പിടിക്കണം, അല്ലെങ്കിൽ നീങ്ങിപ്പോവും. അപ്പൊ നമുക്കിത് ഞാൻ ഇങ്ങനെ മൂട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വണ്ണമുള്ള ആളിനാണ് കേട്ടോ, തീരെ വണ്ണം കുറവൊന്നുമില്ല. നമുക്കിതിന് ഇവിടുന്ന് എലാസ്റ്റിക് ഇടണം അല്ലേ. എലാസ്റ്റിക് ഇടാൻ നേരത്ത് നമ്മളിങ്ങനെ ഒരടി ഇവിടെ അടിച്ചെടുക്കണം. ഒരടി അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതല്ലാതെ എലാസ്റ്റിക് ഇട്ട് മറിച്ചടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരടി അടിച്ച് ഒറ്റ മടക്ക് മടക്കി ആദ്യം എടുക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ പാൻറ് അടിക്കാൻ. പാൻറ് തയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ചുറ്റായിട്ട് വളച്ച് അടിച്ചെടുക്കാം. ഇതുപോലെ ഒറ്റയടി മടക്കണ്ട, ഒറ്റയടി അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു 30 ഇഞ്ച് എലാസ്റ്റിക് എടുക്കണം. അപ്പൊ ഒരു 37 ഇഞ്ച് വണ്ണമുണ്ട്. അപ്പം 36 വണ്ണമുണ്ട്. അപ്പം നമുക്കൊരു 30 ഇഞ്ച് എടുക്കാം. 30 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ട് ഇത് 30 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ എലാസ്റ്റിക് അടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് ആദ്യം ഇതിൽ കുറേ അടിക്കണം. ഇങ്ങനെ ഇതണ്ട, കെട്ടിട്ടാണ് അടിക്കാനുള്ളത്. ഇങ്ങനെ കെട്ടിട്ട് അടിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. ഇങ്ങനെ കെട്ടിട്ട് കുറേ അടിക്കണം കണ്ടോ. കെട്ടിട്ട് അടിച്ചിട്ട് ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ച് ഒരടി ഇവിടെ ഒരടി ഇവിടെ, ഈ 2 സൈഡ്. അപ്പൊ ഇവിടെ ബൾജ് ചെയ്തിരിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇവിടെ ബൾജ് ചെയ്തിരിക്കാൻ വേണ്ടി 2 സൈഡിലേക്ക് പിടിച്ചു വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ച് തയ്ക്കണം. ഇതിൽ വെച്ചിട്ട് നമ്മൾ കണ്ടോ, ഈ എലാസ്റ്റിക്കിന്റെ ചെറിയ വളവുണ്ടാവും കണ്ടോ. ഈ വളഞ്ഞു വരുന്ന ഭാഗം താഴോട്ടും വളവ് കുറവുള്ള ഭാഗം, അതായത് ഇങ്ങനെ വരണം കണ്ടോ, ഈ ഭാഗം മുകളിലാക്കണം. അപ്പൊ അതായത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ തയ്ക്കണം.
നമ്മളിത് എലാസ്റ്റിക് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എലാസ്റ്റിക് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ലെന്ത് കണ്ടോ, ഈ ലെന്ത് നമുക്കൊരു സാധാരണ ഒരു അത്യാവശ്യം വണ്ണം ഉള്ളവർക്ക് 14 ഇഞ്ചിന് മുകളിലോട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിടിക്കും. അപ്പൊ ഇവിടുന്ന് 14 ഇഞ്ചിന് മുകളിലോട്ട് 15 ഇഞ്ചുണ്ട്, 15 ഇഞ്ച് വേണം കേട്ടോ, എന്നാലേ അവർക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്ക് പിടിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളത് തീരെ കുറച്ചെടുക്കരുത്. 14 ഇഞ്ചിന് മുകളിലോട്ട് 14, 15, 16 വരെ എടുക്കാം. നല്ല വയറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 16 വരെ എടുക്കാം. ഇവിടെ നിങ്ങൾ അകലം കുറഞ്ഞു പോകരുത്. തീരെ ലോ വേസ്റ്റ് ആയിരുന്നാലും നമുക്ക് അവർക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും വേണം. ഇനി നമ്മൾ ഇതിനെ ഈ എലാസ്റ്റിക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചല്ലോ ഈ എലാസ്റ്റിക്. ഇത് പാൻറ് അടിക്കാൻ എളുപ്പമാണ് കേട്ടോ, ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കട്ട് ചെയ്ത് കിട്ടി അടിക്കാം. പിന്നെ ഇത് നമ്മളിങ്ങനെ നല്ലോണം ഇങ്ങനെ പിടിച്ച് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് മടക്കുക. ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ പിടിക്കുമ്പോൾ കറക്റ്റ് അളവിന്, അതായത് ഈ തയ്യൽ രണ്ടും ഒരേ ഭാഗം കണ്ട, ഈ തയ്യലും കൂടെ ഒരുമിച്ച് വരുവാണ്. ഈ 4 തുണ്ട് ഒരേ അളവിലാണെങ്കിൽ നമുക്ക് ഇതിനെ നെടുക്കി വെച്ചുകൊണ്ട് ഇതിന് നടുക്കൂടെ ഒരടി കൂടെ കൊടുക്കാം കേട്ടോ, ഒരു തയ്യലൂടെ കൊടുക്കാം. ഇതിനെ വലിച്ചു പിടിക്കണം. നമ്മൾ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗം വലിച്ചു പിടിക്കണം എലാസ്റ്റിക്. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 തുണ്ടും കൂടെ ഒരുമിച്ച് പിടിക്കണം, എലാസ്റ്റിക്കും തുണിയും കൂടെ, അല്ലെങ്കിൽ ഒന്ന് നീളം കൂടിപ്പോയപ്പോ ചരിഞ്ഞിരിക്കും ഇടുമ്പോ കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒരേപോലെ പിടിക്കണം, എലാസ്റ്റിക്കും തുണിയായിട്ട് ഒരേപോലെ പിടിക്കണം. തുണി മാത്രമായിട്ട് പിടിക്കരുത്, എങ്കിൽ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അപ്പോഴത്തേക്കും തുണി ഒരിടത്ത് കൂടി പോകും അടിച്ചു വരുമ്പോ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കെട്ടിട്ടെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതിന്റെ പുറത്തൂടെ ഒരടി അടിച്ചെടുക്കാം, ഇതുപോലെ പുറത്തൂടെ കേട്ടോ. അപ്പൊ ഇത് അടിക്കുമ്പോ കണ്ടോ, ഈ തയ്യൽ കണ്ടല്ലോ, ഈ തയ്യലും കണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ സൈഡും കൂടെ 4ആയിട്ട് മടക്കി നോക്കണം, ഒരേ അകലം ഇതുപോലെ വരുന്നുണ്ടോന്ന്. ഇതിന്റെ അകലം ഇത് ശരിയല്ലെങ്കിൽ ഇടമ്പഴി ചരിഞ്ഞിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഒരേപോലെ വരണം, എന്നിട്ട് നമ്മൾ ഇതിന്റെ തയ്യൽ മതിയാക്കാവും. ഇപ്പൊ കഴിഞ്ഞല്ലോ, ഇത് കണ്ടോ, ഇത് ഒരു പാൻ്റാണ്. ഇപ്പൊ 38 ഇഞ്ച് ഇറക്കമുണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്. കറക്റ്റ് 38 കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതാ മീറ്റർ, കണ്ടോ 38, കറക്റ്റ് 38 കിട്ടിയിട്ടുണ്ട്. മതിയല്ലോ. ഇവിടുത്തെ വണ്ണം നമുക്ക് 30 ഇഞ്ചാണ് കാലുവണ്ണം. കാലുവണ്ണം എന്ന് വെച്ചാൽ ഈ കട്ടിന്റെ ഭാഗം വരുന്നത് 30 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇവിടെ 15 ഇഞ്ചാണ് വരുന്നത്. ഈ എൻഡ് ഭാഗം 15 ഇഞ്ചാണ്. നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുന്നോണ്ടാണ് വലിയ പാൻ്റായിട്ട് തോന്നുന്നത് കേട്ടോ, അത്ര വലുതൊന്നുമല്ല, 15 ഇഞ്ചാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 20 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞില്ലേ മുട്ടിന്റെ ഭാഗത്ത് ഒരു 20 ഇഞ്ച് ഇട്ട് കൊടുക്കണം, ലൂസ് വേണം, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടല്ലോ പാൻറ് എന്ത് ഈസി ആയിട്ട് അടിച്ചെന്ന്. ഒരു 10 മിനിറ്റേ വേണ്ടി പാൻറ് അടിക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്കത് പാൻറ് അടിക്കാം. പക്ഷെ ഈ പാൻറ് തയ്ക്കുന്നതിനനുസരിച്ച് എനിക്ക് 2 കസ്റ്റമർ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് സമയം എടുത്ത്, അല്ലെങ്കിൽ ഇത്രയും സമയം നിൽക്കില്ല. 15 മിനിറ്റ് കൊണ്ട് ഞാൻ അടിച്ചു തീർക്കും ഒരു പാൻറ്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.